എൻ്റെ പേര് അഭിലാഷ് ഫ്രൈസർ. എറണാകുളം സ്വദേശിയാണ്. 20 വർഷത്തോളമായി മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. നവംബർ 8-ാം തീയതി വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് ഉയർത്തപ്പെടുന്ന മദർ എലീഷയുടെ ഒരു പുതിയ ജീവചരിത്രം ഞാനിവിടെ എഴുതുകയും പ്രകാശനം ചെയ്യുകയും ഉണ്ടായി. വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഇതാണ് ആ പുസ്തകം. ഇതിൻ്റെ പേര് പെൺവിളക്ക്, മദർ എലീഷയുടെ ജീവിതം എന്നാണ്. പെൺവിളക്ക് എന്ന് പേരിടാനുള്ള കാരണം 2 പ്രധാന കാരണങ്ങളാണ്. ഒന്ന്, മദർ എലീഷയാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി ഒരു സന്യാസ സഭ സ്ഥാപിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് കോൺവെന്റ് സ്കൂൾ സ്ഥാപിച്ചതും മദർ എലീഷയാണ്. അപ്പൊ 2 കാരണങ്ങളും ഉണ്ട് ആണ് ഈ പെൺവിളക്ക് എന്ന് പറയുന്നത്. ഒന്ന്, ആധ്യാത്മികമായ വെട്ടം സ്ത്രീകൾക്ക് പകർന്നു കൊടുക്കുകയും അതുവഴി സ്ത്രീ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുകയും ആത്മീയമായി പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കായി മാറുകയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം വഴി ഒരുപാട് 1.5 നൂറ്റാണ്ടായിട്ട് കേരളത്തിലുള്ള സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അവരുടെ വിദ്യാഭ്യാസം വഴിയുള്ള വളർച്ചയ്ക്ക് ഒരു വിളക്കായി മാറുകയും ചെയ്തത്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ പെൺവിളക്ക് എന്ന് പറയുന്ന ഒരു പേര് ഞാൻ തിരഞ്ഞെടുത്തത്. ഇതിന്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ 1866 മദർ എലീഷ ആദ്യമായിട്ടൊരു സ്ത്രീകൾക്ക് വേണ്ടി TOCD എന്നറിയപ്പെടുന്ന സന്യാസ സഭ സ്ഥാപിച്ചത്. അത് നിഷ്പാദക കർമ്മലീത്ത സഭയുടെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു വിഭാഗമാണ് സ്ഥാപിച്ചത്. അതുപോലെ തന്നെ 1868 ജൂലൈ 20-ാം തീയതിയാണ് മദർ എലീഷയുടെ മഠത്തിന്റെ ഭാഗമായിട്ട് മഠത്തിന്റെ ഒരു മുറി തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, പെൺകുട്ടികളെ വിദ്യയിലൂടെ മാത്രമേ ശക്തിപ്പെടുത്താൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയിരുന്ന മദർ എലീഷ ഒരു സ്വന്തം മഠത്തിന്റെ ഒരു മുറിയിൽ ഒരു വിദ്യാലയം ആരംഭിച്ചു. അങ്ങനെയുള്ള ഈ 2 കാരണങ്ങളാണ് എൻ്റെ ഈ പുസ്തകത്തിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈ പുസ്തകം ഞാൻ എന്ത് എഴുതിയെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനിത് ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി എഴുതിയ പുസ്തകമല്ല. ഇതിന്റെ പശ്ചാത്തലം ഏതാണ്ട് 12 വർഷം മുമ്പാണ്. 2013 കാലങ്ങളിൽ മദർ എലീഷയുടെ ചരമശതാബ്ദി ആഘോഷിക്കുന്ന സമയം. ആ സമയത്ത് CTC സഭയുടെ മദർ ജനറലായിരുന്ന സിസ്റ്റർ ലൈസയും മദർ എലീഷയുടെ നാമകരണ നടപടിയായിട്ട് പ്രവർത്തിക്കുന്ന മദർ എലീഷയുടെ ജീവിതത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സിസ്റ്റർ സൂസി, ഇവർ 2 പേരും കൂടിയാണ് ഈ പുസ്തകം എഴുതാമോ, ഒരു ജീവചരിത്രം എഴുതാമോ എന്ന് ചോദിച്ചതിൻ്റെ അടുത്ത് വരുന്നത് 2013. അപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയും അവരുടെ ആവശ്യപ്രകാരം ഞാൻ കുറച്ച് ഗവേഷണമൊക്കെ നടത്തിയിട്ട് അവർ തന്ന ഡാറ്റാസൊക്കെ അനുസരിച്ച് ഇത് എഴുതാൻ ആരംഭിച്ചു. ഒരു 4-5 അധ്യായങ്ങൾ എഴുതി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈക്ക് ഒരു ആരോഗ്യ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. എഴുതാനാവാത്ത വിധത്തിൽ വേദന തുടങ്ങി. പിന്നെ ഞാനത് ഉപേക്ഷിക്കേണ്ടി വന്നു. ആ ഒരു ഉദ്യമം ചികിത്സയുടെ ഭാഗമായിട്ട് എഴുതാൻ പറ്റാണ്ടായി. അപ്പോഴേക്കും ശതാബ്ദി ആഘോഷം കഴിഞ്ഞു പോയി. പിന്നെ ആ സമയത്ത് ഇനി ശതാബ്ദി ആഘോഷം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുസ്തകം ഇറക്കേണ്ട സാഹചര്യമില്ല. അതിനിടക്ക് കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ മദർ എലീഷയെ പറ്റി മറ്റു ജീവചരിത്രങ്ങൾ ഇറങ്ങിയായിരുന്നു. അതങ്ങനെ വർഷങ്ങൾ അനേകം കഴിഞ്ഞു പോയി. അപ്പോഴാണ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വീണ്ടും ന്യൂസിൽ വരുന്നു മദർ എലീഷയുടെ വാഴ്ത്തപ്പെട്ട നിലയിലേക്ക് ഉയർത്തുന്ന ചടങ്ങ് വരുന്നു എന്നുള്ളത് അറിയാനിടയായി. അപ്പോൾ സെപ്റ്റംബർ 7-ാം തീയതി ഞാനിങ്ങനെ കുർബാനയുടെ മധ്യത്തിൽ, രാവിലെ ഞായറാഴ്ച കുർബാനയുടെ മധ്യത്തിൽ നടക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു, കുർബാനയുടെ ഇടക്ക് ഇങ്ങനെ അന്ന് എഴുതിയ ഒരു കയ്യെഴുത്ത് പ്രതി ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ബാക്കി എഴുതിക്കൂടെ, ഇപ്പോൾ ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ഉള്ളിലൊരു തോന്നൽ, എൻ്റെ ഒരു മനസ്സിലൊരു, സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചെറിയ രീതിയിലുള്ള കുറ്റബോധം ഉണ്ടായിരുന്നു. സത്യം, അതാണ് എൻ്റെ വാസ്തവം. എന്നെ ഏൽപ്പിച്ചിരുന്ന ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു നൊമ്പരം ഉണ്ടായിരുന്നു. കാരണം അന്ന് കൈയുടെ വേദന കൊണ്ടും രോഗം കൊണ്ടും ചെയ്യാതെ പറ്റാതിരുന്നതാണ്. എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ എന്തുകൊണ്ടോ ചെയ്യേണ്ടതായിരുന്നല്ലോ, പക്ഷെ ചെയ്തില്ലല്ലോ, ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ആ ഒരു കടം ഞാൻ വീട്ടണം. ആ ഒറ്റ ചിന്ത കൊണ്ടാണ് ഞാനത് വീണ്ടും എഴുതിയത്. വേറൊരു ലക്ഷ്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് പ്രണത ബുക്സിന്റെ സ്ഥാനതയായിട്ടുള്ള ശ്രീ ഷാജി ജോർജിനെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ കുറെ പണ്ട് ഇത്ര എഴുതി വെച്ചൊരു കുറച്ച് അധ്യായങ്ങളുണ്ട്, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എഴുതാം ബാക്കിയുള്ളത്. ഷാജി ജോർജ് ഉടനെ തന്നെ പറഞ്ഞു ഞങ്ങളത് പബ്ലിഷ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് ഏതാണ്ട് 1 മാസം സമയം എനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാക്കിയുള്ള അധ്യായങ്ങൾ എഴുതി തീർക്കുകയും ഒരു 100 പേജുള്ള പുസ്തകം എഴുതുകയും ചെയ്തു. ഇത് എന്താണ് ഇതിന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ, ഇതിന്റെ ഉള്ളടക്കം എന്ന് വെച്ചാൽ,
മറ്റ് ജീവചരിത്രങ്ങളുണ്ട്, നമുക്കത് ഒരുപാട് ഇപ്പൊ ഇതിനെന്തുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ഒരു പുസ്തകം വരുന്നത് വെച്ചാൽ, ഞാൻ മദർ തെരേസയെ പറ്റിയുള്ള ഡാറ്റാസ് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് അവരുടെ മദറിന്റെ ജീവചരിത്രം മറ്റുള്ളവരുണ്ടല്ലോ, അപ്പൊ പ്രധാനമായിട്ട് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് പ്രധാനമായും മദർ തെരേസയുടെ ജീവിതത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയത് സിസ്റ്റർ സൂസിയാണ്. അവർ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് സിസ്റ്റർ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്ന ഇത്രയും മദർ തെരേസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സ്, പഴയ കാലത്തെ ഡോക്യുമെന്റ്സ്, 1.5 നൂറ്റാണ്ട് മുമ്പ് 175 വർഷം വരെ 1831 മദർ തെരേസ ജനിക്കുന്നത്. അപ്പൊ അതിനുശേഷം എലീഷാമ്മയുടെ സഹോദരനായിട്ടുള്ള വൈപ്പിശ്ശേരി എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ടായിരുന്നു, ഒരു വലിയൊരു മാധ്യമപ്രവർത്തനൊക്കെയാണ് അച്ഛനാണ്. അപ്പൊ അദ്ദേഹം എഴുതി വെച്ച കത്തുകള്, എഡിസനുകള്, ലിയോപോൾഡ് എന്ന് പറഞ്ഞൊരു ഫാദർ എഴുതിയത്, OCD ഇറ്റലിക്കാരായിട്ടുള്ള ഫാദർ, അടുത്തറിയാവുന്ന ഒരാൾ ഫാദർ എഴുതി വെച്ചത്. പിന്നെ ലിയോപോൾഡ് എന്നുകൊണ്ട് വേറൊരു ബ്രദർ ഉണ്ട്, ലൂയിസ് വൈപ്പിശ്ശേരി അച്ഛന്റെ സഹായിയായിട്ടുള്ള. അങ്ങനെയുള്ള പിന്നെ എലിശോമ തന്നെ എഴുതി വെച്ച കുറെ സ്വന്തം അനുഭവമായിട്ട് ബന്ധപ്പെട്ട ആത്മീയമായിട്ടുള്ള പ്രബോധനങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം ബേസ് ചെയ്തിട്ട്, പിന്നെ നാളാഗമങ്ങൾ, നാൾവഴി പുസ്തകം, ക്രോണിക്കിൾസ്, മഠത്തിൽ തന്നെ ഓരോരുത്തർ മാറി 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 എഴുതി വെച്ച കുറിപ്പുകൾ, ഇതെല്ലാം ആധാരമാക്കിയാണ് സിസ്റ്റർ സൂസി സൂസി ഓൾറെഡി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പുസ്തകങ്ങളും പിന്നെ സിസ്റ്റർ സൂസി നൽകിയ പുസ്തകങ്ങളും, ഈ പുസ്തകങ്ങളെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതിയേക്കണം. അപ്പൊ അതിന്റെ ആധാരം ഈ ഐഡിയാസ് കിട്ടിയതല്ല ഇതിൽ നിന്നാണ്, ഈ പുസ്തകങ്ങളിൽ നിന്നാണ്. പക്ഷെ എന്റെ പുസ്തകം എങ്ങനെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്, ഞാനിത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ ചില ഉൾക്കാഴ്ചകളാണ് ഇതിന്റെ ആധാരം. ഞാൻ എലീഷാമ്മയെ അനുഭവിക്കും, നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അത് ആ ഒരു പുസ്തകം അതേപടി പകർത്തുകയല്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടുമ്പോൾ ആത്മാവിൽ തൊടുമ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് എഴുതിയ, ഞാൻ ഒരു അനുഭവിച്ചൊരു എലീഷാമ്മ ആണ്. അപ്പോൾ അങ്ങനെ ഒരു എലീഷാമ്മയെ പറ്റിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ചരിത്രം തന്നെയാണ്, പക്ഷെ എന്റെ ഒരു പ്രത്യേക ഭാഷയിൽ തന്നെയാണ് എഴുതിയേക്കണം. അതിനകത്ത് കുറച്ച് സാഹിത്യം ഉണ്ട്, സാഹിത്യത്തിന്റെ ഒരു സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ, ഞാൻ വായിച്ചറിഞ്ഞപ്പോൾ പല കാര്യങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ് ഒട്ടും സ്ത്രീ സൗഹാർദ്ദപരമല്ലാത്തൊരു കാലത്ത്, സ്ത്രീകളെ പഠിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു കാലത്ത്, ഒരു വിധവ 20-ാം വയസ്സിൽ വിധവയായി പോയൊരു പെൺകുട്ടി, അന്ന് പെൺകുട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ആ പെൺകുട്ടി ഈ 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു പെൺകുട്ടി എന്ത് ചെയ്യും? ഒരു 1.5 വയസ്സുള്ള പെൺകുട്ടിയെ, ഒരു കുട്ടിയെയും കൊണ്ട്, 1.5 വയസ്സ് മാത്രമുള്ള ഒരു മകളെയും കൊണ്ട് 20 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി വിധവയായി പോയാൽ അവൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഒരു ഏകാന്തത, ഭയം, അനാഥത്വം ഒക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ കുറെ കൂടിയൊക്കെ ധൈര്യമുണ്ട്, അവർക്ക് ജോലി എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ അങ്ങനെയല്ല. ഒരു പുരുഷ കേന്ദ്രീയമായ സമൂഹത്തിൽ മദർ തെരേസ അനുഭവിച്ച ഒരു വല്ലാത്തൊരു സംഘർഷമുണ്ട്. പക്ഷെ ആ സംഘർഷങ്ങളെ, ആ ഏകാന്തതയെ, അനാഥത്വത്തിലേക്ക് നേരിട്ട ഒരു രീതി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ അസാമാന്യമായ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ചങ്കൂറ്റത്തിൽ നിന്ന് സ്വന്തം വഴി തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. സ്വന്തമായ ഒരു സന്യാസ സമൂഹം തന്നെ സ്ഥാപിക്കുകയും, അതിലുപരി പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു കോൺവെന്റ് സ്കൂൾ. നമുക്കറിയാം, കോൺവെന്റ് സ്കൂളുകളാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ സമൂഹത്തെ തന്നെ വാർത്തെടുത്തത്. ഈ സമൂഹത്തെ, വിദ്യാഭ്യാസത്തെ ജനകീയമാക്കിയതിൽ ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാ പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഇന്ന ആളുകൾക്കെന്നല്ല, ഇന്ന മതക്കാർക്കെന്നില്ല, എല്ലാ മതങ്ങളിലുള്ളവർക്കും യാതൊരു ഭേദങ്ങളില്ലാതെ, നീതത്വങ്ങളില്ലാതെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് പോലും വിദ്യാഭ്യാസം സാധ്യമാക്കിയതിൽ കോൺവെന്റ് സ്കൂളുകൾക്കുള്ള പങ്ക് ആർക്കും നിരാകരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിപ്ലവം നിശബ്ദമായിട്ട് തുടങ്ങിയ ഒരാള് മദർ തെരേസയാണ്. അതൊരു ചെറിയ കാര്യമല്ല, അതൊന്നും ശബ്ദം പറഞ്ഞ ചരിത്രം പോലും നിശബ്ദമായി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയത് വായിച്ചപ്പോ, എന്തുകൊണ്ടാണ് ആരും അറിയാണ്ട് പോയത്? ഇത്രയും 1868 ഒരു സ്കൂൾ തുടങ്ങിയിട്ട് അതിൽ നിന്നുള്ള പിന്തുടർച്ചകളാണല്ലോ എല്ലാം. മറ്റുള്ള വിപ്ലവങ്ങൾ വലിയ നിലയിലേക്ക് മാറിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ തുടക്കമിട്ടത് ഇവിടെയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭാവിയിലുണ്ടായ പെൺകുട്ടികൾ, ഇന്ന് വിദ്യ കൊണ്ട് വിജയം നേടിയ പെൺകുട്ടികൾ, ഒരുപാട് ഉയരങ്ങളിലെത്തിയ, കോൺവെന്റ് സ്കൂളിൽ പഠിച്ച ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് ഉന്നതങ്ങളിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ മദർ തെരേസയോട് കടപ്പെട്ടിരിക്കുന്നുണ്ടല്ലോ, ആദ്യത്തെ ഒരു കോൺവെന്റ് സ്കൂളിൽ സ്ഥാപിച്ചു നടന്നതിൽ. അപ്പൊ അങ്ങനെയുള്ള എനിക്കുണ്ടായ ഒരു അത്ഭുതങ്ങളും ആ ഒരു ഉണ്ടായ ഒരു അനുഭവമൊക്കെ തന്നെയാണ് ഈ പുസ്തകം എഴുതാനുള്ള കാരണമായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പെൺവിളക്ക് എന്ന് ഞാൻ പേരിട്ടത്. ഒരു വിളക്ക് തന്നെയായിരുന്നു ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ ഞാനതില് ഒരിടത്ത് എഴുതിയതുപോലെ, ഇതിന് വേറൊരു ബന്ധവുമുണ്ട്. മദർ തെരേസ ജനിച്ചത് ഓച്ചന്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വൈപ്പിൻകരയിൽ. അപ്പം എൻ്റെ അമ്മ ജനിച്ച നാട് ഓച്ചന്തുരുത്താണ്. ഞാൻ ചെറുപ്പകാലത്ത് ചെലവിട്ടതാണ്. അപ്പൊ ഇത് എഴുതിയപ്പോൾ എനിക്ക് ചില ഭൂപ്രകൃതിയൊക്കെ എനിക്ക് ഇവരോട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ചെറുപ്പകാലത്ത് കണ്ട ഓച്ചന്തുരുത്തിന്റെ ഭൂപ്രകൃതി, അവിടുത്തെ കായല്,
അവിടുത്തെ കാറ്റ്, ഇതൊക്കെ എനിക്കറിയാം. അവിടുത്തെ ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുമായിട്ട് എഴുതിയ പലപ്പോഴും വേറെ ലേഖനത്തിലെ ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സാധനം ഒരു ഏതാണ്ട് വൈപ്പിലൊരു ലൈറ്റ് ഹൗസ് വളരെ പ്രശസ്തമാണ്, വൈപ്പിൽ പുതുവൈപ്പിലുള്ളത്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ലൈറ്റ് ഹൗസ് എത്ര കപ്പലുകൾ വഴികാട്ടി നമുക്കറിയില്ല. വർഷങ്ങളായിട്ട് ഒരു 50 വർഷമായിട്ട് ലൈറ്റ് ഹൗസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പകാലം മുതൽ കാണുന്നുണ്ട് ലൈറ്റ് ഹൗസ്, ആ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ 50 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് വർഷങ്ങളായിട്ട് ഈ ലൈറ്റ് ഹൗസ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആ ലൈറ്റ് ഹൗസ് കണ്ട് എത്രയോ കപ്പലുകളാണ് കൊച്ചി തുറമുഖത്ത് വന്ന് അടുത്തിരിക്കുന്നത്. കാരണം രാത്രി ഇരുണ്ട് കിടക്കുന്ന സ്ഥലത്ത് കര കാണിക്കുന്നത് ഈ ലൈറ്റ് ഹൗസിൽ നിന്ന് ചിന്തുന്ന പ്രകാശമാണ്. അതിങ്ങനെ വട്ടം വീശി എറിയണ പോലെയാണ് പ്രകാശം വന്ന് വീഴുന്നത്. അപ്പോൾ എണ്ണമറ്റ കപ്പലുകളാണ്. നമുക്ക് ആർക്കും എണ്ണ എടുത്തിട്ടുണ്ട് എത്ര കപ്പലുകൾ ആ വെളിച്ചം കണ്ട് തീരമണഞ്ഞു എന്നുള്ളത് ആർക്കും എണ്ണ അറിയില്ല. ഈ ലൈറ്റ് ഹൗസ് പോലും കീപ്പ് ചെയ്തിട്ടില്ല. ഈ പ്രകാശ ഗോപുരം, വിളക്ക് മടന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് പോലെ എത്ര കപ്പലുകൾക്ക് വെളിച്ചം കാണിച്ചു എന്ന് കണക്ക് സൂക്ഷിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എലീശാമയെ പറ്റി വായിച്ചപ്പോഴാണ്, എലീശാമ ഒരിടത്തും സ്വന്തം മഹത്വം എഴുതിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നമ്മളാണത് വായിച്ചെടുക്കുന്നത്. അപ്പോൾ മദർ എലീശോ ചെയ്ത ഈ വിളക്ക്, കൊളുത്തി വെച്ചൊരു വിളക്ക്, വിദ്യ എന്ന് പറയുന്ന വിളക്ക്, അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന ആധ്യാത്മികയുടെ വിളക്ക് കണ്ട് അതിന്റെ വെട്ടത്തിൽ നടന്നുപോയ പെൺകുട്ടികൾ 1.5 നൂറ്റാണ്ടുകളായിട്ട് നടന്ന് ഓരോ തീരങ്ങളിൽ ആത്മീയതയുടെ ഉന്നതികളിൽ അല്ലെങ്കിൽ വിദ്യയുടെ ഉന്നതികളിൽ ജീവിതത്തിന്റെ വിജയങ്ങളൊക്കെ നേടിയ പെൺകുട്ടികളൊക്കെ ഈ കപ്പലുകൾ പോലെ തീരമണഞ്ഞവരാണ്, വിജയതീരമണഞ്ഞവരാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക തീരമണഞ്ഞവരാണ്. പക്ഷെ അത് ലൈറ്റ് ഹൗസ് പോലെ ഈ മദർ എലീശോ എന്ന് പറയുന്ന ശബ്ദമായിട്ട് നിൽക്കുകയാണ്. ഒരെണ്ണവും പറയുന്നില്ല എത്ര പേര് ഞാൻ ഈ വിളക്കിന്റെ വെളിച്ചത്തിൽ ആധ്യാത്മികയുടെ ഉന്നതികളിലെത്തി, വിദ്യയുടെ ഉന്നതികളിലെത്തി, ഒന്നും പറയാനില്ല, കണക്കുകളൊന്നുമില്ല. ഒരു കണക്കില്ലാത്തൊരു കപ്പലുകളെ എന്ന് പറയുന്ന പെൺകുട്ടികളെ ഉയരങ്ങളിലേക്ക്, പ്രകാശത്തിലേക്ക്, നന്മയിലേക്കൊക്കെ നയിച്ചൊരു വിളക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് പെൺവിളക്ക് എന്ന് പറഞ്ഞ് പേരിട്ടത്. പല കാരണങ്ങൾ കൊണ്ട് പ്രസക്തമാണ്. അപ്പോൾ ഇത് എഴുതാനായിട്ട് ഒരുപക്ഷെ ഒരു നിയോഗമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലുള്ള പല ഡാറ്റാസ് ഞാൻ എടുത്തിരിക്കുന്നത്, കടപ്പെട്ടിരിക്കുന്നത് സിസ്റ്റർ സൂസി നടത്തിയ ഗവേഷണങ്ങളിലാണ്. അത് ആസ്പദമാക്കിയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് മദർ എലീശോയുടെ ആധ്യാത്മികതയാണ്. ആധ്യാത്മികമായിട്ട് എങ്ങനെയാണ് മദർ പ്രതികരിച്ചത്? കാരണം മദർ എലീശോ ഒരു വിശുദ്ധിയിലേക്ക് നീങ്ങുന്ന നടപടിയാണല്ലോ. അപ്പോൾ വാഴ്ത്തപ്പെട്ടതായി ഇനിയിപ്പോൾ വരാൻ പോകുന്ന വിശുദ്ധിയിലേക്കായിരിക്കും. അപ്പൊ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൗനമാണ്. മദർ എലീശോ പലയിടങ്ങളിലും മൗനം പാലിക്കുന്നുണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പലതും വിശദീകരിക്കാനോ ഒക്കെ ആ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും ആരോടും വിശദീകരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് അവരുടെ ആ പ്രത്യേകതയാണ് കൂടുതലും. അത് ആ മദർ എലീശോയുടെ എഴുത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ അവർ എല്ലാം കർത്താവിനെ പ്രതി സ്വീകരിക്കുന്ന ഒരു വലിയൊരു സമർപ്പണത്തോടെ സ്വീകരിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കാണുന്നത് മാതാവിനെ പോലെയാണ്, പരിശുദ്ധ മാതാവിനെ പോലെ എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുന്ന എല്ലാ അനുഭവങ്ങളും അങ്ങനെ കാണുന്ന ഒരാളായിട്ടാണ്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടാണ് ഇതിൽ ഞാൻ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ദൈവഹിതമായിട്ട് സ്വീകരിക്കുന്ന എന്ത് അനുഭവങ്ങളും, കയ്പ അനുഭവങ്ങളായാലും നല്ലതായാലും എല്ലാ അനുഭവങ്ങളും ദൈവത്തിൽ നിന്ന് നല്ല രീതിയിൽ സ്വീകരിക്കുന്ന. ഭർത്താവ് മരിച്ചു എന്ന് പറയുന്നത് തന്നെ 20 വയസ്സുള്ള സമയത്ത് ചോദ്യം ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ്. ഭർത്താവ് മരിച്ചു, വലിയ കയ്പുള്ളതാണ്. 20 വയസ്സൊട്ട് പെൺകുട്ടി വിധവയായി പോകുന്നു. പക്ഷെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, പക്ഷെ നല്ല രീതിയിലെടുത്തു. ആ വൈദവ്യത്തെ ഒരു വലിയൊരു ഫലഭൂയിഷ്ടമായ ഒരു കാലഘട്ടമാക്കി മാറ്റി. പിന്നെ 21 വയസ്സുള്ള സമയത്ത് അരീഷോടെ മകള് മരിക്കുന്നുണ്ട്. അതും എന്തൊരു സങ്കടകരമാണ്. അത്രയും പ്രായമുള്ള ഒരു മകള് മരിക്കുന്നു, ഹസ്ബൻഡ് മരിക്കുന്നു, മകള് മരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഠിനമായ വേദനകളുണ്ട്. പിന്നീടും ജീവിതത്തിൽ പലയിടങ്ങളിലും സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ വലിയ ദുഃഖത്തിന്റെ അനുഭവങ്ങളൊക്കെ എലീശോമ്മ സ്വീകരിച്ച രീതികളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. അപ്പൊ അത്രയും ആഴമുള്ള ഒരു സ്ത്രീ വ്യക്തിത്വമാണിത്. അപ്പോൾ എഴുതാൻ എനിക്ക് സാധിച്ചതിൽ മദർ എലീശോയോട് തന്നെയാണ് ഏറ്റവും വലിയ നന്ദി. എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു നിയോഗം പോലെ വന്നു. ഉള്ളിലുണ്ടായിരുന്നൊരു ചെയ്യണം എന്നുള്ള തോന്നൽ കൊണ്ടുണ്ടായ ഒരു പുസ്തകം ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം, മദർ എലീശോയുടെ പുസ്തകം കാഴ്ചവെക്കുന്നു, സമർപ്പിക്കുകയും ചെയ്യുന്നു.